ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമ് സാബുവിനെ ചവിട്ടി കാലും ഒക്കെ ഒടിക്കുന്നുണ്ട്. വടി കൊണ്ടും അതുപോലെ തന്നെ കൈ കൊണ്ടും ഒക്കെ ഒടിക്കുകയാണ്. അതിന് ശേഷം സാബുവിൻ്റെ മേത്ത് കയറി എന്നിട്ട് കഴുത്ത് പിടിച്ച് തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നോടുള്ള ദേഷ്യം എൻ്റെ വീട്ടുകാരോട് തീർക്കരുതെന്ന്. എന്നിട്ട് നീ അത് കേൾക്കാൻ മുട്ടാക്കിയില്ല എന്ന് പറയാണ്. മതി മതി എന്ന് സാബു പറയാണ്. ഇല്ല, മതിയായിട്ടില്ല, എനിക്ക് മതിയായിട്ടില്ല എന്ന് വിക്രം പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇനി ഈ ഒരു ജോലിയിൽ ഇരിക്കാനായിട്ട് അർഹനല്ല, കഴുത്തൊടിഞ്ഞ ആളെ അൺഫിറ്റാണ് ഈ ഒരു ജോലിയിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ച് തിരിച്ച് ഒടിക്കുകയാണ് കേട്ടോ വിക്രം. എന്നിട്ട് വിക്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബക്കാരെ തൊട്ട് കളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാലും കൈക്കൊക്കെ ഒടിക്കുകയാണ് കേട്ടോ. രണ്ട് കാലും ഒടിഞ്ഞ് കഴുത്ത് ഒടിഞ്ഞു. ഇതേ സമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ വിളിക്കുകയാണ് കേട്ടോ വേദ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ടെങ്കിൽ പുറപ്പെട്ടോ, 11 മണിക്ക് ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് സിനിമ കാണാൻ പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർ 2 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ, അതുകൊണ്ട് ഇപ്പം തന്നെ പുറപ്പെട്ടോളാം പറയുകയാണ്. അന്നേരം ഇഷിത പറയാണ്, അതിന് വിക്രം ഇവിടെ ഇല്ല വേദ എന്ന് പറയുക. ഇല്ലേ, എന്താ എവിടെ പോയി ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കാറിൻ്റെ കീം പിടിച്ച് പോയി എന്ന് പറയാം കേട്ടോ. ഇഷിത, നീ എന്ത് പണിയൊക്കെ കാണിച്ചു, എന്തിനാ കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കൂല എന്ന് പറഞ്ഞു. ഞാൻ വിട്ടില്ലെങ്കിലും വിക്രം പോകുന്നു ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടതെന്ന് പറയുകയാണേ. അപ്പോൾ വേദ ആകെ ടെൻഷനാകട്ടെ, എവിടേക്കാണ് പോയതെന്നൊന്നും അറിയില്ല, ആദ്യം വന്നു എന്ന് അപ്പോഴേക്കും ഇഷിത പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം വായോ എന്ന് വേദ പറയും. അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വിക്രമിനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കാണ്. അപ്പോൾ പോയാലും ആകെ ആവശ്യ നിലയിലാണ് കേട്ടോ വിക്രം വന്നിരിക്കുന്നത്. കയ്യിനൊക്കെ മുറിഞ്ഞ് ചോര വരുന്നുണ്ട്. അപ്പോൾ സാബുവിൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, ആ കത്തി കൊണ്ടിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൈയൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇഷിത. ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഇഷിതയുടെ ഫോൺ മെസ്സേജാണ് വരുന്നത്. അങ്ങനെ വേഗം തന്നെ വേദ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഗേറ്റ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വമാണ് അകത്തേക്ക് വരാത്തത്, എനിക്ക് കാറിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരും എഴുന്നേറ്റ് വരണ്ട. അപ്പോൾ പിന്നെ ഒരു കവർ കൊടുക്കുകയാണ്, ഇതിൽ ഡ്രസ്സ് ചെയ്യേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെയോ നിന്നെ കാണാനെന്നുള്ള നിലയിൽ ഇങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറഞ്ഞു, താങ്ക് യു ഫോർ എവരിത്തിങ് ഇഷിത എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വേഗം കയറി പോക്കോളം പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറും. ഇഷിത തന്നെയാണ് കേട്ടോ ഗേറ്റൊക്കെ അടച്ചു കൊടുക്കുന്നത്. അങ്ങനെ പതുക്കനെ വിക്രമ വേദയുടെ തോളിൽ പിടിച്ചിട്ട് കയറി പോകുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ആകെ ഭയത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം വിക്രമിൻ്റെ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കാലിൽ നിന്നൊക്കെ ബ്ലഡൊക്കെ വന്നോടെ മുഴുവനായിട്ടുണ്ട്. വേദ നോക്കുമ്പോൾ കാലിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും വേദയ്ക്ക് പേടിയാവണ്. അയ്യോ, കാലിൽ നിന്ന് ബ്ലഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയി ബക്കറ്റും മോപ്പൊക്കെ എടുത്തിട്ട് മുകൾ തുടങ്ങി താഴെ ഗേറ്റിൻ്റെ അടി വരെ എല്ലാ ബ്ലഡും ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേദ വരികയാണ്. അപ്പോഴേക്കും വിക്രമ വേദന സഹിക്കാൻ പറ്റാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിലെ മുറിവ് കാണുമ്പോൾ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടൂല കേട്ടോ വിക്രം. അപ്പോഴേക്കും വിഷിത വിളിക്കുകയാണ്. അപ്പോൾ വിഷിത ഇങ്ങനെ പറയുന്നുണ്ട്, വീണ്ടും പറയുകയാണ്, ഇതേ ഡ്രസ്സ് ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്, ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, പിന്നെ ഞാൻ എന്തായാലും നാളെ തന്നെ വരാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശരി വിഷിത, എന്തായാലും ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷിത ഫോൺ വെച്ച് കഴിയുമ്പോൾ വേദ വിക്രമിനോട് പറയുകയാണ്, ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെയാണ് ഇഷിത എന്നോട് പറഞ്ഞത്, നല്ല ഗുഡ് ഡേ ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിൻ്റെ കാല് നോക്കുകയാണ് കേട്ടോ. പാൻറ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് കാല് കെട്ടിയെടുത്ത് നോക്കുമ്പോൾ വേദ ചോദിക്കുകയാണ്, സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ഒന്നും കാര്യം മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു പഴയ കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ വേദ കട്ട് ചെയ്ത് മാറ്റി പുതിയ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൈ കാണുമ്പോൾ കൈമൊന്നും ഇങ്ങനെ ചോര ഒഴുകുമ്പോൾ കൈ പൊട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെയും ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, കുത്തു കൊള്ളാതിരിക്കാൻ വേണ്ടി കത്തിയിൽ കയറി പിടിച്ചതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഇനിയും അവനെ അടക്കി നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ അവൻ ഇനി വീട്ടുകാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, പേടിക്കണ്ട, ഇനി അവൻ വീട്ടുകാരുടെ അടുത്തേക്കൊന്നും ചെല്ലൂല എന്ന് പറയാം കേട്ടോ. വിക്രം ആ പോലീസുകാരനായിട്ട് അടി ഉണ്ടാക്കിയല്ലേന്ന് ചോദിക്കുകയാണ്. അതല്ലാതെ വേറെ നിവൃത്തിയില്ല വേദ, അല്ലെങ്കിൽ ഇനി അമ്മേനെയും ഏടത്തിമാരെ അടുത്തേക്കൊക്കെ അവൻ ഇനി ചെല്ലും, അല്ലെങ്കിൽ ഞാനിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് വേദ അങ്ങനെ വിക്രമിനെ നോക്കുകയാണ് കേട്ടോ. വിക്രമിന് മനസ്സിലായി വേദ പിണങ്ങി എന്നുള്ള കാര്യം.
അപ്പോൾ വേദം ഒന്നും മിണ്ടുന്നില്ല. കൈ നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. ഡ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ ഡോക്ടർ മരുന്ന് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്ന് പറയുന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് കൈ ഇങ്ങനെ മേടിച്ച് നോക്കുകയാണ്. അതിന് ശേഷം താഴൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് പിണക്കത്തോട് കൂടിയിട്ട് തന്നെ അങ്ങനെ പോകുമ്പോഴേക്കും വിക്രം കയ്യിൽ പിടിക്കുകയാണ്. വേദ താനിങ്ങനെ പിണങ്ങി നിൽക്കല്ലേ, താൻ എന്നോട് പിണക്കത്തിലാണോ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയണേ വിക്രമിനോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം പെട്ട് കിടക്കുന്ന കുരുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരാൻ നോക്കുമ്പോൾ വിക്രമായിട്ട് തന്നെ വേറെ കുരുക്കുകൾ ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സോറി വേദ, സോറി, എനിക്ക് അത് ചെയ്യാതെ നിവർത്തിയില്ല. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പേപ്പട്ടി പോലെ അവൻ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും, വീട്ടുകാരെ അവൻ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇനി എന്തായാലും അവൻ എഴുന്നേറ്റ് നിൽക്കാനാവില്ല. എന്തായാലും കൊന്നിട്ടില്ല ഞാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം നന്നാവില്ല എന്ന് വിക്രം തന്നെ തീരുമാനിച്ചിരിക്കില്ലേ. അങ്ങനെയൊന്നും പറയില്ലടോ, ഇതല്ലാതെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും ഓരോന്നും ഉണ്ടാക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. സോറി വേദ, സോറി, ഇനി ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. അവസാനം വേദ ക്ഷമിക്കുകയാണ്. എന്തായാലും കെടുക്ക് എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ വിക്രമിനെ പിടിച്ച് കെടുത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാലൊക്കെ എടുത്ത് ഒരു പില്ലൊക്കെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന തന്നെ നോക്കി നിൽക്കുകയാണ്. കണ്ണെടുക്കാതെ വേദന മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് കംഫർട്ടബിൾ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേന്ന് പറയാണ്. അങ്ങനെ ഒരു പുതപ്പൊക്കെ എടുത്തിങ്ങാണ്ട് വേദ വിക്രമിനെ പുതപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വിക്രമ ശരിക്കും ഇങ്ങനെ വേദന പ്രണയത്തോടു കൂടി തന്നെ നോക്കാണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പുതപ്പിച്ചൊക്കെ കഴിഞ്ഞ ശേഷം വേദ പോയിട്ട് ഒരു പായെടുത്ത് താഴെ വിരിച്ചിട്ട് ഒരു കിടക്കൊക്കെ അതിൽ വിരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രമിനോട് ഒരു തലന എടുത്തരാൻ പറഞ്ഞിട്ട് തലണൊക്കെ എടുത്തിങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖാമുഖം നോക്കിയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ എല്ലാ പിണക്കങ്ങളും മാറാണ് കേട്ടോ. അവർ വീട്ടിലുണ്ടായിരുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദ തല പൊന്തിച്ച് നോക്കുകയാണ്. അപ്പോൾ വിക്രം തന്നെ നോക്കി കിടക്കുകയാണ് മനസ്സിലാവാണ്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ചിരിക്കുകയാണ് കേട്ടോ വേദന നോക്കിയിട്ട്. അപ്പോൾ വേദം എന്തേന്ന് ചോദിക്കൂട്ടോ. ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണുകൊണ്ട് അടിച്ച് കാണിക്കേ. അതിനുശേഷം വേദം എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണേ, അതെ കിടന്നോ എന്ന് പറയും കേട്ടോ, ഗുഡ് നൈറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം ശരി എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അതിനുശേഷം വേദന കിടക്കുകയാണ് കേട്ടോ. വേദന മനസ്സിൽ വിക്രമിനോടുള്ള പ്രണയം, വിക്രമിൻ്റെ മനസ്സിൽ വേദനയോടുള്ള പ്രണയമൊക്കെ ശരിക്കായ ഒരു നോട്ടത്തിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വേദ താലിയൊക്കെ പിടിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കണ്ണൊക്കെ തുറന്ന് വേദന നോക്കുകയാണ്. അങ്ങനെ ചിരിച്ചും കൊണ്ട് കിടക്കുകയാണ് കേട്ടോ വേദ. പിന്നെ കാണിക്കുന്നത് പ്രേമമാണ്. പ്രേമോല് കഴുത്തും ഒടിഞ്ഞ്, കൈ രണ്ടും ഒടിഞ്ഞ്, കാല് രണ്ടും ഒടിഞ്ഞിട്ടാണ് സാബുവിനെ കാണിക്കുന്നത്. ശ്രീകാന്ത് ചന്ദ്രശേഖരൻ കാണാൻ ചെന്നിട്ടുണ്ട്. ഇതേ സമയം ശ്രീകാന്ത് വേദനയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം എല്ലാ കാലത്തും ഒളിച്ചിരിക്കുന്നു, ഒളിവിൽ പോകുന്നൊന്നും വിചാരിക്കേണ്ട, തിരിച്ചടിക്കാനുള്ള തിരിച്ചടികൾ ഉടനെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ, അപ്പോൾ വിക്രം എവിടെയാണെന്ന് നിനക്ക് കറക്റ്റായിട്ട് അറിയാമില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ടുള്ള തിരിച്ചടികൾ എങ്ങനെ വേണമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നാണ് ആസൂത്രണം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് പേടിയാവാണ് കേട്ടോ. കാരണം സാബുവിന് ഇങ്ങനെ ഒരു പണി കിട്ടിയത് കൊണ്ട് ഇനി തനിക്കെതിരെയായിരിക്കും എന്നുള്ളൊരു സൂചന വേദന വാക്കുകളിൽ നിന്ന് കിട്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ശ്രീകാന്ത് ആകെ പേടിച്ച് വരയ്ക്കാണ് വിക്രമിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡും പ്രമോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.